അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന വളരെയധികം പവിത്രമായ ഒരു സുന്ദരമായ സദസ്സ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ട്, ഒരുപാട് സ്വഹാബത്തുണ്ട്. ഈ സ്വഹാബത്തും അതേപോലെ തന്നെ മുത്തുനബിയും ഇരിക്കുന്ന സമയത്താണ് ഒരു അറാബിയായ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടുന്ന് സലാം പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുന്ന് പറയാണ്, യാ റസൂലല്ലാഹ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് 5 നേരത്തെ നമസ്കാരം അങ്ങ് നിർബന്ധമാക്കിയിട്ടുണ്ടല്ലോ നബിയെ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്, പ്രതിസന്ധികളാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങൾക്ക് നബിയെ 5 വഖത്ത് നമസ്കാരം ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുന്നില്ല നബിയെ. പടച്ചവനെ, നമസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച നടത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഉസ്താദെ, ഒരുപാട് വേദനകളാണ്, ഒരുപാട് പ്രതിസന്ധികളാണ്, തളരുകയാണെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട വാപ്പമാര് മനസ്സിലാക്കിക്കോളൂ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ കടന്നു വന്നിട്ട് ഈ ആറാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് പറയുന്ന സങ്കടം എന്താണെന്നറിയോ? നബിയേ, ഞങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രയാസമാണ് നബിയേ, വല്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. വല്ലാത്ത പ്രതിസന്ധികളിലൂടെയും വല്ലാത്ത പ്രയാസത്തിലൂടെയും കടന്നു പോകുകയാണ് നബിയെ. അതുകൊണ്ട് നമസ്കാരത്തിലേക്ക് ഞങ്ങൾ അങ്ങ് കടന്നു കഴിഞ്ഞാൽ പടച്ചവനെ, മനസ്സിനകത്ത് വല്ലാത്ത പ്രതിസന്ധിയാണ് കടന്നു വരുന്നത്, ഞങ്ങളെ പ്രയാസങ്ങളാണ് കടന്നു വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയില്ല എന്നവിടുന്ന് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പരാതി പറയുമ്പോൾ പടച്ചവനെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന അലി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, എടാ ചെറുപ്പക്കാരാ, നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂലല്ലോ. പടച്ചവനെ, അവിടുന്ന് ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഞങ്ങൾ ഇങ്ങനെ നിസ്കരിച്ചാൽ ഞങ്ങളുടെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുന്നുണ്ടോ എന്നാണ്. പടച്ച റബ്ബേ, അവിടുന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാഹു അല്ലാത്ത ചിന്ത ഹൃദയത്തിലോട്ട് കടന്നു വന്നാൽ നിന്റെ വേദനകളും നിന്റെ പ്രതിസന്ധികളും നിന്റെ പ്രയാസങ്ങളുമാണ് നിന്റെ ഹൃദയത്തിലോട്ട് കടന്നു വരുന്നതെങ്കിലോ, ദുനിയാവിന്റെ സങ്കടങ്ങളാണ് കടന്നു വരുന്നതെങ്കിലോ, നിന്റെ ഭാര്യയുടെ, നിന്റെ മക്കളുടെ, നിന്റെ മറ്റുള്ളവരുടെ കാര്യങ്ങളാണ് കടന്നു വരുന്നതെങ്കിലോ, നിന്റെ ജീവിതത്തിൽ നീ നമസ്കരിക്കുന്നത് ഒരിക്കലും പടച്ച തമ്പുരാൻ അവിടുന്ന് ഇഷ്ടപ്പെടുന്നില്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മറുപടി പറയാം. എന്റെ പ്രിയമുള്ളവരെ, ഇത് കേട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ അലി റളിയല്ലാഹു തആല അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അലിയേ, എല്ലാ ചിന്തകളിൽ നിന്നും മാറിക്കൊണ്ട്, എല്ലാ വസ്വാസുകളിൽ നിന്നും ഒഴിവായിക്കൊണ്ട് ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ അലിയേ? പടച്ചവനെ, ഇതങ്ങ് അലി റളിയല്ലാഹു തആല അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, നബിയേ, എന്നെ കൊണ്ട് സാധിക്കും നബിയേ, എന്നെ കൊണ്ട് കഴിയും നബിയേ എന്ന് അലി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്. എന്റെ പ്രിയമുള്ളവരെ, നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ വരലില്ല, പല ആഗ്രഹങ്ങളും വരലില്ല. തക്ബീർ കെട്ടുമ്പോഴായിരിക്കും പല ചിന്തകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് വരിക. ഈ ചരിത്രം ശരിക്കും പഠിച്ചോ, നമ്മുടെ ജീവിതത്തിൽ ഇത് ഉപകരിക്കുന്ന ചരിത്രമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എങ്കിൽ അലിയെ, നീ 2 റക്അത്ത് അങ്ങനെ നമസ്കരിക്കുക. എന്റെ പ്രിയമുള്ളവരെ,
അങ്ങനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, അങ്ങനെ നീ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി കൊണ്ട് നീ നമസ്കരിച്ചു കഴിഞ്ഞാൽ എന്റെ ഷാമിയ പുതപ്പുണ്ടല്ലോ ഞാൻ നിനക്കങ്ങ് തരുകയാണ് യാ അലി. അതാ അലി റളിയല്ലാഹു തആല അൻഹു വിചാരിക്കുകയാണ്, പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതപ്പെനിക്ക് ലഭിക്കുമല്ലോ എന്നാഗ്രഹിച്ചുകൊണ്ട് പടച്ചവനെ എല്ലാ ചിന്തകളും ഒഴിവാക്കിക്കൊണ്ട് ആത്മാർത്ഥമായിട്ട് വുളു എടുത്തുകൊണ്ട് കടന്നു വരികയാണ് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക്. അതാ തക്ബീർ കെട്ടിക്കൊണ്ട് അലി റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് നിൽക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് അലി റളിയല്ലാഹു തആല അൻഹു നമസ്കരിക്കുകയാണ്. പടച്ച റബ്ബേ അങ്ങനെ നമസ്കാരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രണ്ടാം റക്അത്തിലെ ഇഅ്തിദാലിൽ അങ്ങ് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ് അതാ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത എന്താണെന്നറിയോ? പടച്ചവനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഷാമിയ പുതപ്പിന് പകരം പടച്ചവനെ മുത്തുനബിയുടെ കയ്യിലുള്ള ഖത്വാനിയ പുതപ്പുണ്ടല്ലോ ആ പുതപ്പെനിക്ക് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നിരുന്നുവെങ്കിൽ പടച്ചവനെ എനിക്ക് എത്ര നന്നായിരുന്നു അല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ ദുനിയാവിന്റെ കാര്യം ഹൃദയത്തിലേക്ക് കടന്നു വന്നുവല്ലോ. എന്റെ പ്രിയമുള്ളവരെ സ്വഹാബത്തിന് വരെ കഴിഞ്ഞിട്ടില്ല ഈ കാര്യം. എന്നിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്ന ആ അറാബിയായ മനുഷ്യനോട് അലി റളിയല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി തക്ബീർ കെട്ടുമ്പോൾ പല പല ചിന്തകളും നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരാറുണ്ട്, പല പല കോലങ്ങൾ വരാറുണ്ട്, പല പല ആഗ്രഹങ്ങൾ വരാറുണ്ട്. എന്റെ പ്രിയമുള്ളവരെ അതിനൊക്കെ സങ്കടപ്പെടുന്ന എത്രയോ ഉമ്മമാരാണെന്നറിയോ? ഉസ്താദേ നിങ്ങൾ നമസ്കരിക്കാറുണ്ട്, ആത്മാർത്ഥമായിട്ട് തക്ബീർ കെട്ടാറുണ്ട്, പക്ഷേ പല പല ചിന്തകളാണ് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതെന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ അലി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലോ നമസ്കരിച്ചതിന്റെ ശേഷം അതാ അവിടെ നിന്ന് മുത്തുനബി പറയുന്ന നബിയേ, എന്റെ നമസ്കാരത്തിൽ നിന്ന് എന്റെ ശ്രദ്ധ മാറിയിട്ടുണ്ട് നബിയേ, ഇന്നാലിന്റെ ചിന്ത എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട് നബിയേ, അങ്ങ് പറഞ്ഞതാണ് ഹഖ് നബിയേ, അങ്ങ് പറഞ്ഞതാണ് ഹഖ് നബിയേ, അങ്ങേ ഞാൻ വാസ്തവമാക്കുന്നു നബിയേ. ഒരാൾക്കും തന്നെ 2 റക്അത്ത് എല്ലാ ചിന്തകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് അല്ലാഹു എന്നുള്ള ചിന്തയിലൂടെ മാത്രം ചിന്തിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുമ്പിലാണ് ഞാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് പരിപൂർണമായിട്ട് അവിടുന്ന് ഇബാദത്ത് ചെയ്യാൻ ഒരാളെ കൊണ്ടും കഴിയില്ല നബിയേ. എന്റെ പ്രിയമുള്ളവരെ അലി റളിയല്ലാഹു തആല അൻഹു പറയാൻ അതാ സമയത്തുണ്ടല്ലോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ അതാ അവിടുന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരനെ വിളിച്ചുകൊണ്ട് പറയുന്നു, സ്വഹാബാ നിങ്ങൾ ഫർള് നമസ്കരിക്കുക സ്വഹാബാ, നിസ്കാരത്തിൽ നിങ്ങൾ ഒരിക്കലും തന്നെ സംസാരിച്ചു പോകരുത് സ്വഹാബാ. ഐഹികമായ ചിന്തകളുമായിട്ട് നിസ്കരിക്കുന്നവന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തന്നെ സ്വീകരിക്കുകയില്ല. എന്നാലും നിങ്ങൾ നമസ്കരിക്കണേ. ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഏകനായ പടച്ച തമ്പുരാന്റെ മുമ്പില് പടച്ചവനെ നമസ്കാരത്തിൽ വന്ന പാകപ്പിഴവുകളുണ്ടല്ലോ, എല്ലാ പാകപ്പിഴവുകളും അവിടുന്ന് എടുത്തു പറഞ്ഞിട്ട് പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണേ. അങ്ങനെ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ നമസ്കാരത്തിലും വന്നുപോയ പാപക്കറകൾ അല്ലാഹു തആല പുറത്തു തരുന്നതാണ്
എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്, എന്റെ ഉമ്മ നമസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പേടിച്ചുകൊണ്ട് പൊട്ടിക്കരയാറുണ്ടോ? പടച്ച റബ്ബേ, നമസ്കാരത്തിൽ അശ്രദ്ധ വന്നതിന്റെ പേരിലോ മനസ്സിൽ വേദന കൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ പരമാവധി നമ്മൾ ശ്രദ്ധയോടെ നമസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണേ. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ അവിടുന്ന് ഈ പ്രിയപ്പെട്ട അറാബിയായ മനുഷ്യനോട് അവിടുന്ന് പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് 5 വഖത്താണ് ഇപ്പൊ നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാഹു തആല 100 വഖത്തായിരുന്നു, 100 നമസ്കാരമാണ് അല്ലാഹു തആല ആദ്യം സൃഷ്ടിച്ചിട്ടുള്ളത്. 100 നമസ്കാരം അല്ലാഹു തആല അവിടുന്ന് നമസ്കാരത്തെ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിതാ 5 വഖത്തായിട്ട് നിങ്ങളിലേക്ക് ചുരുക്കപ്പെട്ടിരിക്കുകയാണ്. നാളെ പടച്ചു തമ്പുരാന്റെ മുമ്പിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ മഹ്ശറയിലേക്ക് കടന്നു വരുമ്പോൾ, പടച്ചവനെ ആ 100 റക്അത്ത് അല്ലാഹു തആല നമ്മളിലേക്ക് ചൊരിയുകയാണോ? ഓരോ അടിമകളിലേക്കും അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കുമല്ലോ. അതിന്റെ തണലിലായി കൊണ്ടാണ് വിശ്വാസികൾ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത്, അല്ലാഹുവിന്റെ മഹ്ശറയിൽ നിൽക്കുന്നതെന്ന് എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സങ്കടം പറഞ്ഞുകൊണ്ട് കടന്നു വന്നതാണ് ഈ സ്വഹാബി. നബിയെ, ഞങ്ങൾ നമസ്കരിക്കലുണ്ട്, പക്ഷേ ദുനിയാവിന്റെ ചിന്തകൾ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയാണ്, ഒരുപാട് വേദനകളാണ്, ഒരുപാട് പ്രയാസങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്നപ്പോൾ ഞങ്ങളുടെ പ്രയാസങ്ങളാണ് ഞങ്ങളുടെ നിസ്കാരത്തിൽ ചിന്തയിൽ വരുന്നത്. ഇത് പറഞ്ഞപ്പോ ഞങ്ങൾ നമസ്കാരം സ്വീകരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട മരുമകൻ അലി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയാണ്, ഇങ്ങനെ നിന്റെ നമസ്കാരം സ്വീകരിക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, എങ്കിൽ അലിയെ 1 റക്അത്ത് 2 റക്അത്ത് നീ നമസ്കരിക്ക്, അല്ലാഹുവിൽ നിന്നുള്ള ഒരു ചിന്തയും നീ നഷ്ടപ്പെടാതെ നീ നമസ്കരിക്ക്. അലി റളിയല്ലാഹു തആല അൻഹു എല്ലാം ആത്മാർത്ഥമായിട്ട് ഒരുങ്ങി നമസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോ 2ാമത്തെ റക്അത്തിൽ എന്റെ പ്രിയമുള്ളവരെ, ഏത് പുതപ്പാണ് ഇന്ന് എനിക്ക് തരിക എന്നുള്ള ചിന്ത, ഇതിനേക്കാളും പറഞ്ഞതിനേക്കാളും നല്ലത് മറ്റേതാണ് എന്റെ പ്രിയമുള്ളവരെ എന്നവിടുന്ന് മനസ്സിനകത്ത് ചിന്ത വന്നു. മനസ്സിനകത്ത് ചിന്ത വന്നു എന്ന് ആലോചിച്ച് നോക്കാണ് എന്റെ പ്രിയമുള്ളവരെ. അങ്ങനെ ചിന്ത വന്നോടുകൂടി എന്റെ പ്രിയമുള്ളവരെ അവിടെ നിന്ന് അതാ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ ചിന്ത മാറിയിട്ടുണ്ട്, എനിക്ക് പിടിച്ചിട്ട് കിട്ടിയിട്ടില്ല, എന്റെ ചിന്ത മാറിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളെ കൊണ്ടും കഴിയില്ല, ദുനിയാവിന്റെ ചിന്തകളുമായിട്ട് നീ നമസ്കാരത്തിലേക്ക് നിന്നാ നിന്റെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കൂല. എന്നാലും നമസ്കരിക്കാതിരിക്കരുത്, എന്നാലും നമസ്കാരത്തിൽ സംസാരിക്കരുത്, ദുനിയാവിന്റെ ചിന്തകൾ കൊണ്ടുവരരുത്, പരമാവധി നീ ശ്രദ്ധിക്ക്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പൊറുക്കലിനെ തേട്, നിന്റെ നിസ്കാരത്തിന്റെ അശ്രദ്ധകൾ മാറിക്കിട്ടണമെന്ന് അല്ലാഹുവിനോട് പൊറുക്കലിനെ തേട്. നിന്റെ നമസ്കാരത്തിൽ വന്ന പാകപ്പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആല 100 നമസ്കാരത്തെ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് നീ 5 വഖത്ത് ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ കടന്നിട്ട് നിസ്കരിക്കുമ്പോ നാളെ പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 100 റക്അത്ത് നമസ്കാരം, ആ 100 നമസ്കാരവും അല്ലാഹു തആല തന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് അവിടെ വിതരണം ചെയ്യും. അതിന്റെ തണലിലായി കൊണ്ടാണ് നാളെ ഒരു വിശ്വാസി നാളെ നിൽക്കുന്നത്. അതിന്റെ ചുവട്ടിൽ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് നിൽക്കാൻ കഴിയണം. അതിന്റെ ചുവട്ടില് എനിക്കും നിങ്ങൾക്കും നിൽക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതിനു വേണ്ടി നമസ്കരിച്ചോ. ദുനിയാവിൽ നിന്ന് അല്ലാഹു തആല പറഞ്ഞ ഈ 5 റക്അത്ത് 5 വഖത്ത് നമസ്കാരം മുറുകെ പിടിച്ച് നിസ്കരിക്കുക. എന്നാൽ നിനക്ക് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ പടച്ച റബ്ബിന്റെ ആ 100 നിസ്കാരത്തിന്റെ ചുവട്ടിലായിക്കൊണ്ട് നിനക്ക് നിൽക്കാൻ കഴിയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. നമുക്ക്
അള്ളാഹിൽ വിശ്വാസമുണ്ട്, റസൂലിൽ വിശ്വാസമുണ്ട്, അമ്പിയാക്കളിലും ഔലിയാക്കളിലും. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹ് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് വിശ്വാസമുണ്ട്. പക്ഷേ നമുക്ക് വിശ്വാസമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇത് അള്ളാഹുവിൽ നിന്നാണ്, നമ്മുടെ സന്തോഷങ്ങൾ ഇതും അള്ളാഹുവിൽ നിന്നാണ് എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയം അല്ലേ? അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾ എത്ര നമസ്കാരത്തിന് പാകപ്പിഴവുകൾ വന്നാലും, ഞങ്ങൾ നിസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിയണില്ല, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തവന്, പല ആളുകളും പറയലുണ്ട്, ഉസ്താദേ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് തെറ്റുകൾ കണ്ടു, ഒരുപാട് തെറ്റുകൾ ചിന്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുമോ എന്ന് എനിക്കറിയില്ല, എനിക്ക് സ്വീകരിക്കോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, ഞാൻ നോമ്പെടുത്തിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, ഒരു നന്മയും ചെയ്തിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്ന് പറഞ്ഞ് നടക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. എടാ മോനെ, ഞാനൊന്ന് പറയട്ടെ, എടാ നിന്റെ തൊട്ടയൽവാസിയോട്, നിന്റെ കൂട്ടുകാരനോട് നീ പോയിട്ട് നിന്റെ വിഷമങ്ങൾ പറഞ്ഞ, നിന്റെ വേദനകൾ പറഞ്ഞാൽ ഒരു നിമിഷത്തേക്ക് അവൻ വിചാരിക്കും, ഇവന് എന്തോന്നായി പറയുന്നത്, എല്ലാ ദിവസവും എനിക്ക് ടെൻഷനും വിഷമേ പറയാനുള്ളൂ എന്ന് നിന്റെ കൂട്ടുകാരെ വിചാരിക്കും. പക്ഷേ നിന്റെ വേദനകൾ എത്രയുണ്ടെങ്കിലും, നിന്റെ സങ്കടങ്ങൾ എത്രയുണ്ടെങ്കിലും, നിന്റെ പ്രതിസന്ധികൾ എത്രയുണ്ടെങ്കിലും എല്ലാം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സിട്ടാവുണ്ട്, ഒരു നേതാവുണ്ട്, അത് അള്ളയാണ്, അത് അള്ളയാണ്. നീ എത്ര പരാതി പറഞ്ഞാലും, നീ എത്ര സങ്കടം പറഞ്ഞാലും, നീ എത്ര അവിടുന്ന് എന്തു പറഞ്ഞു കഴിഞ്ഞാലും, എൻ്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നിന്നെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ നേതാവ്, നമ്മുടെ സിട്ടാവ്, നമ്മെ പടച്ച, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ സിട്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നിന്റെ വിഷമം, നിന്റെ വേദന അള്ളാഹിനോട് പറയും, അല്ലാഹ് അത് കേൾക്കും. അല്ലാഹു ബോധം നൽകട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാം, ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാം. ആ പരിശുദ്ധമായ അമൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിനകത്തുള്ള വേദനകൾക്കും പ്രയാസങ്ങൾക്കും അല്ലാഹു തആല നമുക്ക് അവിടുന്ന് പരിഹാരം തരും. അല്ലാഹു നമുക്ക് എല്ലാത്തിനും പരിഹാരം അല്ലാഹു കാണിച്ചു തരട്ടെ. ഒന്നാമീൻ പറ. അല്ലാഹു തആല നമ്മുടെ വേദനകൾക്കും നമ്മുടെ പ്രതിസന്ധികൾക്കും എല്ലാത്തിനും അല്ലാഹു പരിഹാരം കാണിച്ചു തരട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്. ആ ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തിട്ട് നിങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ വേദനകൾ, പടച്ച റബ്ബേ, എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല പെട്ടെന്ന് കേൾക്കുന്നതാണ്. ഏതാണ് ആ പരിശുദ്ധമായ ആയത്തെന്നറിയോ? എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആയത്താരെങ്കിലും തന്നെ പടച്ച റബ്ബേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളെങ്ങാനും പുറത്തിറങ്ങുന്ന സമയത്ത് ഈ ആയത്ത് അവിടുന്ന് ഓതിയാൽ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാണ്, പടച്ചവനെ, മഹ്ഫൂദുൻ ഹത്താ യർജഉ ഇലാ അഹ്ലിഹി, നിന്റെ അഹ്ലുകാരിലേക്ക്, നിന്റെ വീട്ടിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് നീ തിരിച്ചു വരുന്നത് വരെ പടച്ച റബ്ബേ, നിന്റെ കൂടെ നിന്നെ സംരക്ഷിക്കാൻ അല്ലാഹു തആല മലക്കുകളെ ഏർപ്പെടുത്തുകയാണ്. പടച്ച റബ്ബേ, നമ്മുടെ വീട്ടിനകത്ത് നിന്ന് പുറത്തു പോകുന്ന നമ്മുടെ മക്കളുണ്ടല്ലോ, നമുക്ക് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ വല്ലാത്ത പേടിയാണ്, വല്ലാത്ത ബേജാറാണ്. സ്കൂളിലേക്ക് പടച്ച റബ്ബേ നമ്മുടെ മക്കളെങ്ങാനും പോയാൽ നമ്മളിതാ പടച്ച റബ്ബേ അവിടുന്ന് വല്ലാതെ നെഞ്ചത്ത് കൈവെക്കുകയാണ്. എന്റെ പൊന്നുമോള് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്റെ പൊന്നുമോള് സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തായിരിക്കും അല്ലാഹുവിന്റെ അവസ്ഥയെന്ന് ആലോചിച്ചുകൊണ്ട് കണ്ണും നട്ടിട്ട് കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ, വേദനയോടെ പടച്ച റബ്ബിന്റെ മുമ്പിൽ കണ്ണീരൊലിപ്പിച്ചിട്ട് 5 വഖത്ത് നമസ്കാര ശേഷമോ തന്റെ മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അവിടുന്ന് പൊട്ടിക്കരയുന്ന ഉമ്മ, ഈ ആയത്ത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിച്ചോ?
ഇത് നമ്മളങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഏകനായ പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ സംരക്ഷണമാണ്. അല്ലാഹുവേ, ഈ ആയത്ത് ഓതുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് 5 മണിക്ക് നമ്മുടെ മക്കൾ സ്കൂൾ വിട്ടിട്ട് എല്ലാ ദിവസവും വീട്ടിലേക്ക് വരാറുണ്ട്. ഒരു ദിവസം അങ്ങാനും നമ്മുടെ മക്കൾ വരുന്നതങ്ങ് വൈകിക്കഴിഞ്ഞാൽ പടച്ചവനെ വേദനയാണ്, പ്രയാസമാണ്. പടച്ചവനെ ഇന്ന ബേജാറാണ് മനസ്സിനകത്തോ. അല്ലാഹുവേ, അയൽവാസികളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ മക്കൾ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ മക്കള് ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടോ? എന്റെ പൊന്നുമോളെ വന്നിട്ടില്ല, എന്റെ പൊന്നുമോനെ വന്നിട്ടില്ല. പടച്ചറബേ, എന്ത് പറ്റിയെന്നറിയാതെ സ്കൂളിലേക്ക് വിളിക്കുന്ന ഉമ്മ, കൂട്ടുകാർക്ക് വിളിക്കുന്ന ഉമ്മ, മക്കളുടെ പരിശുദ്ധമായ നമ്മൾ സ്നേഹം കൊടുത്ത് താലോലിച്ച് വളർത്തുന്ന നമ്മുടെ മക്കളുടെ കാര്യത്തിലോ നിങ്ങൾക്ക് ബേജാറാണെങ്കിലോ നിങ്ങൾക്ക് ടെൻഷനാണെങ്കിലോ എന്തിനാണ് അവിടെ നിന്ന് വിഷമിക്കുന്നത്? മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ പറയുന്നത്, മക്കളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാ പറയുന്നത്. വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്ത പ്രൊട്ടക്ഷൻ നൽകുകയാണ്. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ, നിങ്ങളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പടച്ച റബ്ബേ, ഈ ആയത്ത് ചൊല്ലിയിട്ട് നിങ്ങളങ്ങ് പുറത്തിറങ്ങിയാൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ കാര്യമുണ്ടല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല റാഹത്തിലാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ സൂറത്ത് എന്നറിയോ? സൂറത്തു തൗബ എന്ന് പറയുന്ന പരിശുദ്ധമായ സൂറത്ത്. അല്ലാഹ് അതിന്റെ അവസാന ഭാഗത്തിൽ നമുക്ക് കാണാം, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം. എന്റെ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധമായ ആയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അല്ലാഹുവേ, വിശുദ്ധമായ ഖുർആനിൽ എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ മരുന്നില്ലാത്തത്? ഈ ആയത്ത് ഓതിക്കോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ബിസ്മി കാണാത്ത സൂറത്താണല്ലോ സൂറത്തു തൗബ. അതുകൊണ്ട് ബിസ്മി നിങ്ങൾ ഓതേണ്ടതില്ല. ബിസ്മി ഇല്ലാതെ ഈ പരിശുദ്ധമായ ആയത്ത് അവിടെ നിന്ന് ഓതിയാൽ അല്ലാഹുവിന്റെ പ്രത്യേകമായ സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. ഇത് ഓതുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മുടെ വലത്തെ കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ വെക്കുക. വലത്തെ കൈയെടുത്തിട്ട് തലയിൽ ഇങ്ങനെ വെച്ചിട്ട് വേണം എന്റെ പ്രിയമുള്ളവരെ ഇത് ഓതാൻ. അങ്ങനെ ഓതിയാൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അള്ളാഹിന്റെ പ്രത്യേകമായ സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മാത്രമല്ല, കണ്ണേറില്ലേ അല്ലെ, ചില ആളുകൾ നല്ല ഉഷാറായിട്ട് നടന്നു പോകും, പിന്നെ കാണാൻ അവരിങ്ങനെ വാടിയിരിക്കും. അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കുമടാ ചില ആളുകളുടെ കണ്ണ്. ചില ആളുകളുടെ കണ്ണ് മനുഷ്യനെ ഖബറിലെത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കുന്നത് പോലെ നിന്റെ മനുഷ്യനെ ചില ആളുകളുടെ കണ്ണ് ഖബറിലേക്ക് എത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കണ്ണേറില്ലെന്ന് പറയുന്ന ആളുകളില്ലേ അല്ലേ? കണ്ണേറില്ല, നാക്കേറില്ല എന്ന് പറയുന്ന ആളുകളില്ലേ? എന്റെ പ്രിയമുള്ളവരെ, മഹാന്മാർ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തൊരു സൗന്ദര്യമുള്ള ഒരു വസ്തുവിനെ കാണുമ്പോഴും അതിന്റെ കൂടെ മാഷാ അല്ലാഹ് എന്ന് പറയണേ എന്ന്.
നമ്മളിങ്ങനെ നടന്നു പോകുകയാണ്, ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ പോകുക, ഓന്റെ ഒരു സൗന്ദര്യം എന്ന് പറയാൻ പാടില്ല, മാഷാ അല്ലാഹ് അവന്റെ സൗന്ദര്യം. അല്ലെങ്കിൽ നല്ലൊരു വീട് കണ്ടു, നല്ലൊരു വാഹനം കണ്ടു, നല്ലൊരു തോട്ടം കണ്ടു. ഈ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് വീടിന്റെ അവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ എന്താ നമ്മുടെ ഈ തോട്ടത്തിന്റെ നടുവിലൊക്കെ ഉണ്ടാകും അല്ലെ, ഒരു കോലം വെച്ച ടൈം എഴുതി വെച്ചിട്ടുണ്ട്, കരിങ്കണ്ണ നോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ടാകും അല്ലെ, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇതെന്തിനാ? ശ്രദ്ധ അയിമക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വീടിന്റെ മുമ്പിലൊക്കെ ഉണ്ടാകും ഇങ്ങനെ ഒരു രൂപം അല്ലെ, കൈയും കാലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു രൂപം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. എന്തിനാ? ചില ആളുകളുടെ നാക്കും കണ്ണൊന്നും ആ വീടുമൊക്കെ തട്ടാതിരിക്കാനാ, അറിയാതെ ഇതുമൊക്കെ നോക്കി പോകുമല്ലോ അല്ലെ, അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് കണ്ടാലും അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് എന്റെ പ്രിയമുള്ളവർ ഈ കാര്യം ശരിക്കും ശ്രദ്ധിച്ചോ. ഒരാളടുത്ത് പോയിട്ട് നേരിട്ട് പറയാൻ നിൽക്കണ്ട, കൂടെ നിങ്ങളൊരു മാഷാ അല്ലാ പറയണേ. മാഷാ അല്ലാ എന്തൊരു ഭംഗിയാലേ, അല്ലെങ്കിൽ മാഷാ അല്ലാ എന്തൊരു വീടാലേ, മാഷാ അല്ലാ നല്ല തോട്ടമില്ലേ എന്ന് പറഞ്ഞോളൂ. അല്ലാതെ നിങ്ങൾ സംസാരിക്കരുത്. ആ മാഷാ അല്ലാ കൂട്ടിക്കഴിഞ്ഞാൽ ഇബ്ലീസിന് അതിന്റെ ഇടയിൽ ഇടപെടാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇബ്ലീസ് അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് കയറും, മറ്റുള്ളവന് ശിർറുണ്ടാക്കും. മനസ്സിലായോ? നിന്റെ നാക്ക് കൊണ്ട്, നിന്റെ സംസാരം കൊണ്ട് അത് ഉണ്ടാക്കരുത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മനസ്സിലായ? ഇൻഷാ അല്ലാഹ് എന്ന് പറയും. ഇൻഷാ അല്ലാഹ് ഒരിക്കലും ഇനി ഇത് മറക്കൂല, ഒരിക്കലും ഇത് മറക്കൂല. മാഷാ അല്ലാഹ് ഉൾപ്പെടുത്തണം നമ്മൾ, മാഷാ അല്ലാഹ് എന്ന് ഉൾപ്പെടുത്തണം. ആര് നമ്മോടൊരു സന്തോഷം പറഞ്ഞാലും അതിന്റെ കൂടെ ഒരു മാഷാ അല്ലാഹ് കൂട്ടി കൊടുക്കുക. മനസ്സിലായ? അത് അവർക്കും ഒരു ഹൈറാണ്, അവർക്കും അതൊരു ഹൈറാണ്. എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എടാ ചെറുപ്പക്കാരാ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പടച്ചവൻ എന്ന് പറഞ്ഞ വിശാലമാ, അല്ല എന്ന് പറഞ്ഞ വിശാലമാ, അവന്റെ അടുത്തുള്ളതും വിശാലമാ. ഏത് അടിമ, എത്ര കുടുസായി കിടക്കുന്ന അടിമ ചോദിച്ചാലും അവന്റെ വിശാലതയിൽ നിന്ന് തരാൻ അവനക്ക് കഴിവുള്ളവനാണ്. അള്ളാഹു നമുക്ക് നൽകുന്ന ഉറപ്പാ. ഒന്ന് ചിലപ്പോൾ ചോദിച്ചാൽ തരൂല, രണ്ടിലും തരൂല, ചിലപ്പോൾ മൂന്നിലും തരൂല. എൻ്റെ പ്രിയമുള്ളവരെ, ചിലപ്പോൾ കുറച്ചങ്ങ് കഴിയേണ്ടി വരും. ഇതെന്തിനെന്നറിയോ? അവനിക്ക് എത്രത്തോളം എന്നോട് ചോദിക്കുന്നുണ്ട്, അവൻ എത്രത്തോളം എന്നെ ഇഷ്ടമുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാ. അല്ലാതെ വെറുതെ നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. പടച്ചു തമ്പുരാൻ നീ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ നിന്ന് എന്ത് ചോദിച്ചാലും അള്ളാഹു തആല നിനക്ക് തരും, നിനക്ക് തരും, ഉറപ്പാ. അള്ളാന്റെ മുമ്പിൽ ചോദിക്ക്. പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ എല്ലാവരും സുഖനിദ്രയിൽ ആണ്ട് പൂണ്ട് കിടന്നുറങ്ങുമ്പോ, നിന്റെ ഭാര്യ കിടക്കുമ്പോ, നിന്റെ ഉമ്മ കിടക്കുമ്പോ, നിന്റെ മക്കള് കിടന്നുറങ്ങുമ്പോ, നിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് നീ ഒന്ന് അള്ളാന്റെ മുമ്പിൽ എണീക്ക്. എന്നിട്ട് ഇരുന്നിട്ട് നീ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാന്റെ മുമ്പിൽ നീ ഒന്ന് പൊട്ടിക്കരയുക. നിന്റെ വിഷമങ്ങൾ പരിഹരിക്കാൻ പടച്ചുറപ്പ് കാത്തിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പാതിരാ സമയത്തിന്റെ നിശബ്ദതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവിടുന്ന് തന്റെ അടിമ എനിക്ക് വേണ്ടി എന്നോട് ചോദിക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അല്ലാഹു തആല കാത്തിരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മലക്കുകളോട് അല്ലാഹു തആല പറയുമത്രേ, നിങ്ങൾ പറഞ്ഞില്ലേ ചോര ചിന്തിപ്പിക്കുന്ന വിഭാഗമാണ് മനുഷ്യരെന്ന് പറഞ്ഞില്ലേ? കാണ്, എന്റെ അടിമ ചെയ്യുന്നത് കണ്ടോ, എനിക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് പൊട്ടിക്കരയുന്നത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് അഭിമാനം കൊള്ളുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ചെറുപ്പക്കാരെ, അള്ളാന്റെ ഇഷ്ടപ്പെടണ്ടേ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ ഒന്ന് ചിന്തിക്ക്, പടച്ചോനെ ഇവിടെ ഞാൻ ജീവിക്കുന്നത് എന്റെ റബ്ബിനെ കാണാനാ, എന്റെ റബ്ബിന്റെ പ്രീതി കിട്ടാനാ, എന്റെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ കടക്കാനാ എന്ന് ജീവിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ജീവിച്ചാൽ നമ്മുടെ മനസ്സിന്റെ എല്ലാ വിഷമങ്ങളും അറിയാതെ നീങ്ങിപ്പോകും. അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.